നമസ്കാരം. മുന്നോക്ക ജാതികളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസായി. 7-നെതിരെ 165 വോട്ടുകൾക്കാണ് ബിൽ പാസായത്. ബിൽ കൂടുതൽ ചർച്ചയ്ക്കായി സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം വോട്ടിനിട്ട് തള്ളി. 3 ദിവസത്തിനുള്ളിലാണ് സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റ് കേന്ദ്ര സർക്കാർ പാസാക്കിയെടുത്തത്. ബിൽ നിയമമാകാൻ സാങ്കേതിക നടപടികൾ മാത്രമാണ് ഇനി ബാക്കി. തിങ്കളാഴ്ച മന്ത്രിസഭാ യോഗം 10% സാമ്പത്തിക സംവരണം കൊണ്ടുവരാൻ തീരുമാനിച്ചതിന് പിന്നാലെ നാടകീയമായാണ് കേന്ദ്ര സർക്കാർ ഇതിനായി ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയെടുത്തത്. 7-നെതിരെ 165 വോട്ടുകൾക്കായിരുന്നു 124-ാം ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസായത്. മുസ്ലിം ലീഗ്, ആം ആദ്മി പാർട്ടി, DMK എന്നിവരൊഴികെ എല്ലാ പാർട്ടികളും ബില്ലിനെ പിന്തുണച്ച് വോട്ട് ചെയ്തു. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രമേയം വോട്ടിനിട്ടെങ്കിലും പരാജയപ്പെട്ടു. ഇടതു പാർട്ടികളുടെ പിന്തുണയോടെ കനിമൊഴി MP ആയിരുന്നു പ്രമേയം കൊണ്ടുവന്നത്. സ്വകാര്യ മേഖലയിലും സംവരണം വേണമെന്നുൾപ്പെടെ 3 ഭേദഗതികൾ CPIM നിർദ്ദേശിച്ചു. സഭയിൽ കേന്ദ്ര സർക്കാരിന് ഭൂരിപക്ഷമുണ്ടായിരുന്നില്ല. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയാണ് ബിൽ പാസാക്കാൻ കേന്ദ്ര സർക്കാരിനെ സഹായിച്ചത്. ലോക്സഭ കഴിഞ്ഞ ദിവസം മൃഗീയ ഭൂരിപക്ഷത്തിൽ ബിൽ പാസാക്കിയിരുന്നു. ബില്ല് പാസാക്കാനായി കേന്ദ്ര സർക്കാർ ഒരു ദിവസത്തേക്ക് രാജ്യസഭ നീട്ടിയിരുന്നു. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജന സമവാക്യങ്ങളെ ബാധിക്കാത്തതിനാൽ ബില്ലിന് സംസ്ഥാനങ്ങളുടെ പിന്തുണ വേണ്ട. അതിനാൽ ബില്ല് നിയമമാകാൻ രാഷ്ട്രപതിയുടെ ഒപ്പ് മാത്രം മതി. ബില്ല് പാസായെങ്കിലും ബില്ലിന്റെ നിയമപരമായ നിലനിൽപ്പ്, സംവരണ മാനദണ്ഡങ്ങളിലെ പ്രശ്നങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബില്ല് സൃഷ്ടിക്കുന്ന പ്രതിഫലനം, ഇങ്ങനെ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ട് 30% മുന്നോക്ക വോട്ടുകളിൽ കണ്ണുവെച്ചുള്ളതാണ് കേന്ദ്രത്തിന്റെ നീക്കം. സംവരണ മാനദണ്ഡങ്ങൾ, നിയമപ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങളിലെ ആശങ്ക പരിഹരിക്കാതെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ തത്വത്തിൽ അനുകൂലിക്കുന്നുവെങ്കിലും എതിർപ്പുന്നയിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് നേട്ടം കേന്ദ്രം ലക്ഷ്യമിടുന്നതുകൊണ്ടാണ്. തിങ്കളാഴ്ച കേന്ദ്രമന്ത്രിസഭാ യോഗം സാമ്പത്തിക സംവരണം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ചൊവ്വ, ബുധൻ തീയതികളിൽ ഇതിനായി ഭരണഘടനാ ഭേദഗതി ബിൽ ധൃതി പിടിച്ച് പാർലമെന്റിൽ പാസാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേട്ടം മാത്രമാണ് കേന്ദ്രത്തിന്റെ ധൃതി പിടിച്ച ഈ നീക്കത്തിന് പിന്നിൽ. സംവരണത്തിനായി നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡങ്ങളുടെ കാര്യത്തിൽ നിന്ന് തന്നെ ഇക്കാര്യം വ്യക്തമാണ്. 8 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർ സംവരണത്തിനായി പരിഗണിക്കപ്പെടുമെന്ന് കേന്ദ്രം പറയുന്നു. നബാർഡ് 2016-17 വർഷം നടത്തിയ സർവേ പ്രകാരമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഈ മാനദണ്ഡ പ്രകാരം രാജ്യത്തെ ഗ്രാമീണ ജനസംഖ്യയിലെ 99% പേരും സംവരണത്തിനർഹരാണ്. 2015-16 കാർഷിക സെൻസസ് പ്രകാരം കേന്ദ്ര സർക്കാർ സംവരണത്തിനായി അനുവദിച്ച കൃഷിഭൂമിയുടെ പരിധിക്ക് താഴെയാണ് ജനസംഖ്യയിലെ 86% ജനങ്ങളും കൈവശം വെച്ചിരിക്കുന്ന ഭൂമി. അടുത്ത മാനദണ്ഡമായി കേന്ദ്രം നിശ്ചയിച്ചത് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ വീടുള്ളവർക്ക് സംവരണം ലഭിക്കുമെന്നാണ്. 2011-12 സാമ്പിൾ സർവേ പ്രകാരം 20% ജനങ്ങൾക്കും വീട് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയാണ്. ഈ 3 മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതിലെ അശാസ്ത്രീയതയിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാർ സംവരണം കൊണ്ടുവരാൻ ഗൃഹപാഠം ചെയ്തില്ല എന്ന് വ്യക്തമാണ്. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനാണ് സംവരണം കൊണ്ടുവരുന്നതെന്ന വാദവും പൊള്ളയാണ്. പുതിയ തൊഴിലവസരം സൃഷ്ടിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായി വന്നിരിക്കുന്നത്. 2018 മാത്രം 1 കോടി ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടമായെന്ന കണക്കിൽ നിന്ന് തന്നെ ബില്ലിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാകുന്നു. ഇതൊന്നും കൂടാതെ സംവരണം 50% നിശ്ചയിച്ച സുപ്രീം കോടതി വിധി നിലനിൽക്കെയാണ് നിയമപരമായ പ്രത്യാഘാതങ്ങളെയും ഭയക്കാതെ കേന്ദ്രം ബിൽ കൊണ്ടുവന്നത്. ഈ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്ന പോരായ്മകൾ ഉണ്ടായിട്ടും കേന്ദ്രം എന്തുകൊണ്ട് ബില്ലുമായി മുന്നോട്ടു പോയി എന്നതിന് ഉത്തരം ഒന്നു മാത്രം: ജനസംഖ്യയിലെ 30% വരുന്ന മുന്നാക്ക വോട്ടുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. അയോധ്യ കേസ് പുതിയതായി രൂപീകരിച്ച 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെയുള്ള 16 ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത്. ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനാ വിഷയങ്ങളും അന്തിമവാദത്തിന്റെ തീയതിയും ഇന്ന് നിശ്ചയിച്ചേക്കും. ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൽ ജസ്റ്റിസുമാരായ SA ബോബ്ഡെ, NV രമണ, UU ലളിത്, DY ചന്ദ്രചൂഡ് എന്നിവരാണുള്ളത്. അയോധ്യ ഭൂമി സുന്നി വഖഫ് ബോർഡ്, നിർമോഹി അഖാര, രാംലല്ല വിരാജ്മാൻ തുടങ്ങിയ കക്ഷികൾക്ക് വിഭജിച്ചു കൊടുത്ത അലഹബാദ് ഹൈക്കോടതിയുടെ 2010 ഉത്തരവിനെതിരായി 16 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. അയോധ്യയിലെ 2.77 ഏക്കർ തർക്കഭൂമിയാണ് 3ആയി വിഭജിച്ച് നൽകിയത്. 3-അംഗ ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, S അബ്ദുൽ നസീർ എന്നിവരെ ഒഴിവാക്കിയാണ് ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര വിരമിക്കുകയും ചെയ്തു. പള്ളി ഇസ്ലാമിക വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമല്ല എന്ന ഇസ്മായിൽ ഫാറൂഖി കേസിലെ വിധിയുടെ ഭരണഘടനാ സാധുത കൂടി പരിശോധിച്ച് വേണം ബാബരി കേസിൽ വിധി പറയാനെന്ന് നേരത്തെ സുന്നി വഖഫ് ബോർഡ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ അന്ന് കേസ് പരിഗണിച്ചിരുന്ന മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ആവശ്യം തള്ളി.
രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന ഏതു തീരുമാനവും നിർണായകമാണ്. സുപ്രീം കോടതി വിധിക്ക് ശേഷം ഓർഡിനൻസിൽ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്തിമവാദം തുടങ്ങുന്ന തീയതി ഇന്ന് തീരുമാനിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിവേഗം വാദം കേട്ട് വിധി പറയണമെന്ന് കേന്ദ്രമന്ത്രിമാരും BJPയും ഉൾപ്പെടെ ആവശ്യം ഉന്നയിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി സംസ്ഥാനത്ത് ദുരന്ത നിവാരണ സെസ്, വിദേശ വായ്പാ പരിധി ഉയർത്തൽ എന്നീ കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന GST കൌൺസിൽ യോഗം ഇന്ന് നടക്കും. 50 ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ GSTയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിർദ്ദേശത്തിനും കൌൺസിൽ ഇന്ന് തീരുമാനമെടുക്കും. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി GSTയിൽ നിന്ന് പ്രത്യേക ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് ഇന്ന് GST കൌൺസിലിന്റെ അംഗീകാരം ലഭിക്കും. 1% വരെ സെസ് 2 വർഷ കാലാവധിയിൽ ഏർപ്പെടുത്താൻ ഉപസമിതി GST കൌൺസിലിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാവുന്ന തരത്തിലുള്ള നികുതി സമ്പ്രദായം കൊണ്ടുവരാനായിരുന്നു GST കൌൺസിലിന്റെ ആലോചന. അത് പ്രായോഗികമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കേരളത്തിന് മാത്രം സെസ് പിരിക്കാൻ അനുമതി നൽകാമെന്ന തീരുമാനത്തിൽ ഉപസമിതി എത്തിയത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന കൌൺസിലിന്റെ ഉപസമിതിയാണ് ഈ നിർദ്ദേശം തയ്യാറാക്കിയത്. കൌൺസിലിന്റെ അംഗീകാരം ലഭിച്ചാൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് സെസ് ചുമത്തണമെന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള വിദേശ വായ്പാ പരിധി എത്രയെന്ന് നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്ന ആവശ്യവും GST കൌൺസിൽ ചർച്ച ചെയ്യും. ധന ഉത്തരവാദിത്വ ബില്ലിന് പുറമെയുള്ള വായ്പ ആയതിനാൽ ഇതിനു കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. GST കൌൺസിൽ അനുകൂല തീരുമാനമുണ്ടായാൽ കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകും. നിലവിൽ 20 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുള്ളവരെയാണ് GSTയുടെ പരിധി നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഈ പരിധി 50 ലക്ഷമാക്കി ഉയർത്താനുള്ള നിർദ്ദേശവും കൌൺസിൽ ചർച്ച ചെയ്യും. 1.5 കോടി രൂപ വരെ വിറ്റുവരവുള്ളവർ നികുതി റിട്ടേൺ വർഷത്തെ ഒരിക്കലാക്കണമെന്ന ശുപാർശയിലും തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറുകിട സേവനദാതാക്കളുടെ GST 18ൽ നിന്ന് 10ൽ താഴെയാക്കി ചുരുക്കുക തുടങ്ങിയ ഉപസമിതി തീരുമാനങ്ങളും കൌൺസിൽ ചർച്ച ചെയ്യും. അതേസമയം സംസ്ഥാന സർക്കാർ ലോട്ടറിയുടെ നികുതി 12ൽ നിന്ന് 28 ഉയർത്തണമെന്ന നിർദ്ദേശം ഇന്നത്തെ കൌൺസിലിലും ഉയർന്നു വന്നേക്കാം. ന്യൂസ് ബ്യൂറോ, ദില്ലി. താൽക്കാലിക ജീവനക്കാരായിരിക്കെയുള്ള സേവന കാലാവധിയും പെൻഷൻ പരിഗണിക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ KSRTC സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മാസം 110 കോടി രൂപയുടെ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഹൈക്കോടതി വിധി നടപ്പാക്കിയാൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും വ്യക്തമാക്കി KSRTC ഇന്നലെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. 428 കോടിയുടെ അധിക ബാധ്യതയുണ്ടാകുമെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നഷ്ടത്തിലാണെങ്കിൽ അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതി നിരീക്ഷണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് KSRTC സത്യവാങ്മൂലം സമർപ്പിച്ചത്. ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 3 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് CBI നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. ലാവ്ലിൻ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് 3 KSUB മുൻ ഉദ്യോഗസ്ഥരുടെ ആവശ്യവും കോടതിയുടെ പരിഗണനയിലുണ്ട്. അടിയന്തരമായി വാദം കേൾക്കേണ്ട സാഹചര്യമില്ലെന്നാണ് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ മുൻ ഊർജ്ജ സെക്രട്ടറി K മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസ് എന്നിവരെയാണ് ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത്. കൂട്ടുപ്രതികളും KSUB മുൻ ഉദ്യോഗസ്ഥരുമായ R ശിവദാസ്, കസ്തൂരി രംഗയ്യർ, KG രാജശേഖരൻ എന്നിവരാണ് കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നതതല സമിതി യോഗം ഇന്ന് വൈകുന്നേരം വീണ്ടും ചേരും. കഴിഞ്ഞ ദിവസം രാത്രി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. അഴിമതി ആരോപണത്തിൽ അലോക് വർമ്മയ്ക്ക് മറുപടി നൽകാൻ കൂടുതൽ സമയം നൽകണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം ഡയറക്ടറായി വീണ്ടും ചുമതലയേറ്റ അലോക് വർമ്മ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റ ഉത്തരവുകൾ ഉൾപ്പെടെയുള്ളവ റദ്ദാക്കി. CBI ഡയറക്ടർക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, ചീഫ് ജസ്റ്റിസിന്റെ പ്രതിനിധിയായി ജസ്റ്റിസ് AK സിക്രി എന്നിവരാണ് പങ്കെടുത്തിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം തീരുമാനമാവാതെ പിരിയുകയായിരുന്നു. എന്നാൽ അലോക് വർമ്മയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ഉന്നതതല സമിതി യോഗത്തിൽ അവതരിപ്പിക്കുകയും റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CVC റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട മല്ലികാർജ്ജുൻ ഖാർഗെ റിപ്പോർട്ട് പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അഴിമതി ആരോപണത്തിൽ മറുപടി നൽകാൻ അലോക് വർമ്മയ്ക്ക് അവസരം നൽകേണ്ടതുണ്ടെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രത്യേക തീരുമാനങ്ങൾ ഒന്നുമെടുക്കാതെ പിരിഞ്ഞ സമിതി ഇന്ന് വീണ്ടും യോഗം ചേരാൻ തീരുമാനിക്കുകയായിരുന്നു.
കഴിഞ്ഞ ദിവസം വിധി പറഞ്ഞ കോടതി 7 ദിവസത്തിനുള്ളിൽ യോഗം ചേരണമെന്നാണ് ഉത്തരവിട്ടിരുന്നത്. അതേസമയം വെള്ളിയാഴ്ചയാണ് യോഗത്തിൽ പങ്കെടുക്കാൻ സൗകര്യമെന്ന് ഖാർഗെ യോഗത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അലോക് വർമ്മയ്ക്ക് നഷ്ടപ്പെട്ട 77 ദിവസങ്ങൾ തിരിച്ചു നൽകണമെന്ന് ഇന്നത്തെ യോഗത്തിൽ ശക്തമായി ആവശ്യപ്പെടാനാണ് കോൺഗ്രസ് സഭാ നേതാവിന്റെ നീക്കം. അതേസമയം ഡയറക്ടറുടെ ചുമതലയിൽ തിരികെ പ്രവേശിച്ച അലോക് വർമ്മ താൽക്കാലിക ഡയറക്ടറായിരുന്ന നാഗേശ്വർ റാവു ഇറക്കിയ സ്ഥലം മാറ്റ ഉത്തരവുകൾ റദ്ദാക്കി. സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് ശാസ്ത്രിയായ കേസ് അന്വേഷിച്ച AK ബസിയെ ആന്തമാനിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായ ബലാത്സംഗ കേസിൽ സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു. കോട്ടയം ബാറിലെ അഭിഭാഷകനായ ജിതേഷ് ജെ ബാബുവിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. അതേസമയം കേസിൽ കോടതിയിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അന്വേഷണ സംഘം നൽകിയ 3-അംഗ പാനലിൽ നിന്നാണ് കോട്ടയം ബാറിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജിതേഷ് ജെ ബാബുവിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചത്. സൂര്യനെല്ലി കേസിലെ അഡീഷണൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നു ജിതേഷ് ജെ ബാബു. കോളിളക്കം സൃഷ്ടിച്ച പ്രവീൺ വധക്കേസ്, ഒറീസ ദമ്പതി വധക്കേസ് എന്നിവയിൽ പ്രോസിക്യൂട്ടറായും പാറമ്പുഴ കൂട്ടക്കൊലക്കേസിൽ കോടതി നിയോഗിച്ച പ്രകാരം പ്രതിക്കു വേണ്ടിയും അഡ്വക്കേറ്റ് ജിതേഷ് ജെ ബാബു ഹാജരായിട്ടുണ്ട്. നേരത്തെ പ്രോസിക്യൂട്ടർ നിയമനം വൈകുന്നതിനെതിരെ പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ സഹപ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചതോടെ ഈ ആരോപണത്തിന് വിരാമമായി. അതേസമയം കുറ്റപത്രം നേരത്തെ പൂർത്തിയായെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം വൈകുന്നതാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമെന്നുമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം നടന്നതോടെ കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മകരവിളക്കിന് ഇനി 4 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ ഭക്തജന തിരക്കേറുന്നു. മകരവിളക്കിനെത്തുന്ന തീർത്ഥാടകർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. മകരവിളക്ക് മഹോത്സവത്തിന് ഇനി 4 നാളുകൾ മാത്രം ശേഷിക്കെ ഭക്തരുടെ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന ദേശീയ പണിമുടക്ക് പോലും തീർത്ഥാടനത്തെയോ തീർത്ഥാടകരെയോ ബാധിച്ചില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. KSRTCയും പണിമുടക്ക് ദിവസങ്ങളിലും മുടക്കമില്ലാത്ത സർവീസുകളാണ് നടത്തിയത്. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടെ അപ്പം, അരവണ, പ്രസാദ കൗണ്ടറുകളിലും തിരക്ക് ദൃശ്യമാണ്. ഈ മകരവിളക്കിന് 4 ലക്ഷത്തോളം തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മകരവിളക്കിന് മുന്നോടിയായി തിരക്ക് നിയന്ത്രിക്കാനായി ബാരിക്കേഡ് നിർമ്മാണവും ദേവസ്വം ബോർഡ് ആരംഭിച്ചു. അതേസമയം തീർത്ഥാടകർക്ക് കുടിവെള്ളം എത്തിക്കാനായി ശുദ്ധജല പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികളും ആരംഭിച്ചിട്ടുണ്ട്. മകരവിളക്കിന് 2 ദിവസം മുമ്പ് തന്നെ തീർത്ഥാടകർക്കായുള്ള മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുവാനാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. മകരജ്യോതി ദർശനത്തിന് പമ്പ ഹിൽ ടോപ്പിലേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുന്നത് സുരക്ഷിതമല്ലെന്ന് സ്ഥലത്ത് സുരക്ഷാ പരിശോധന നടത്തിയ വിദഗ്ധ സംഘം വിലയിരുത്തി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് സംയുക്ത പരിശോധന നടത്തിയത്. പ്രളയശേഷം ഹിൽ ടോപ്പിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വ്യാപകമായി തിട്ടയിടിഞ്ഞിട്ടുണ്ട്. നിലവിലിവിടെ സിമന്റിന്റെ ചാക്കിൽ മണൽ നിറച്ചാണ് താൽക്കാലിക തിട്ട കെട്ടിയിരിക്കുന്നത്. ഈ വഴി തീർത്ഥാടകർ കൂട്ടത്തോടെ സഞ്ചരിക്കുന്നത് അപകടമാണെന്ന് സമിതി നിരീക്ഷിച്ചു. പ്രളയത്തിൽ പമ്പയുടെ തീരത്ത് അടിഞ്ഞുകൂടിയ മണ്ണും തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും ഹിൽ ടോപ്പിലാണ് തള്ളിയിരിക്കുന്നത്. കമ്പി കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ളവ വ്യാപകമായി കൂട്ടിയിട്ടിരിക്കുന്ന ഇവിടേക്ക് നഗ്നപാതരായി തീർത്ഥാടകരെ കയറ്റിവിടുന്നത് സുരക്ഷിതമല്ല. മഴ പെയ്താൽ ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. പ്രളയത്തിൽ ഹിൽ ടോപ്പിൽ മുമ്പ് സ്ഥാപിച്ചിരുന്ന സുരക്ഷാ വേലികളും പൂർണ്ണമായി തകർന്ന നിലയിലാണ്. ചുരുങ്ങിയ ദിവസങ്ങളിൽ ബലമേറിയ സുരക്ഷാ വേലികൾ സ്ഥാപിക്കുന്നത് അപ്രായോഗികമാണെന്ന് സമിതി നിരീക്ഷിച്ചു. നിലവിലെ സാഹചര്യത്തിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ തീർത്ഥാടകരെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നത് അപകടമാണെന്നാണ് വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് സംഘം ജില്ലാ കളക്ടർക്ക് കൈമാറി. ഹിൽ ടോപ്പിന് പുറമെ പമ്പയിലെ മറ്റ് പ്രദേശങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചും സമിതി പരിശോധന നടത്തി. ന്യൂസ് ഡെസ്ക്. ശബരിമലയിൽ വീണ്ടും യുവതി ദർശനം നടത്തി. 36 വയസ്സുള്ള മഞ്ജു എന്ന യുവതിയാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇവർ ചാത്തന്നൂർ സ്വദേശിയാണ്. ഇന്നലെ രാവിലെ 4 മണിയോടെ പമ്പയിലെത്തിയ ഇവർ രാവിലെ 7:30 ദർശനം നടത്തിയത്. രാവിലെ 7-നും 7:30-നും ഇടയിൽ ഭക്തരുടെ സഹകരണത്തോടെയാണ് മഞ്ജു അയ്യപ്പ ദർശനം നടത്തിയത്. പോലീസിന്റെ സഹായം തേടാതെയായിരുന്നു മല കയറ്റവും അയ്യപ്പ ദർശനവും. നേരത്തെ മല കയറാൻ ശ്രമിച്ചപ്പോൾ അന്ന് BJP RSS അക്രമികൾ അവരെ തടഞ്ഞിരുന്നു. ദർശനകാര്യം മഞ്ജു പീപ്പിളിനോട് സ്ഥിരീകരിച്ചു. ഞാൻ ഈ മാസം 8-ാം തീയതി ശബരിമല ദർശനത്തിനായി പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ യാത്ര തിരിച്ചത്. ബസ് മാർഗമാണ് യാത്ര തിരിച്ചത്. പക്ഷെ എനിക്ക് ഒരു ഭക്തരിൽ നിന്ന് യാതൊരുവിധ അക്രമങ്ങളോ ഒരു പ്രതിഷേധമോ നേരിടേണ്ടി വന്നില്ല.
2 മണിക്കൂറോളം ക്ഷേത്രത്തിൽ എനിക്ക് ദർശനത്തെ തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ തങ്ങാൻ കഴിഞ്ഞു. തുടർന്ന് ഞാൻ അയ്യപ്പ ദർശനത്തിന് എത്തുന്ന സമയത്ത് അവിടുത്തെ അയ്യപ്പ സേവാ സംഘത്തിലെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് എൻ്റെ കയ്യിലുള്ള പൂജാദ്രവ്യങ്ങൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, എവിടൊക്കെയാണെന്നൊക്കെ ഉള്ളത് ചോദിച്ചറിഞ്ഞ് കറുപ്പസ്വാമിയുടെ അടുത്ത് ഭസ്മം അഭിഷേകം നടത്തുകയും പിന്നീട് നെയ്യഭിഷേകം നടത്തുകയും അതിന് അവിടെ നാഗരാജാവിൻ്റെ അടുത്ത് മഞ്ഞപ്പൊടി സമർപ്പിക്കുകയൊക്കെ ചെയ്തു. അവിടുത്തെ എല്ലാ പൂജാകർമ്മങ്ങളിലും പങ്കെടുത്ത് കൃത്യമായി എനിക്ക് വരാൻ കഴിഞ്ഞു. ഒരുവിധ ഭക്തജനങ്ങളിൽ നിന്നുള്ള ഒരുവിധ തർക്കങ്ങളും ഉണ്ടായില്ല. അവിടുത്തെ മറ്റ് ആൾക്കാരിൽ നിന്ന് യാതൊരുവിധ സംഘർഷമോ എന്നെ ആക്രമിക്കാനുള്ള ശ്രമമോ ഒന്നും ആരിൽ നിന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ യുവതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ അവിടെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ സേവാ സംഘത്തിലെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഈ പൂജാദ്രവ്യങ്ങൾ എവിടെയൊക്കെയാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിക്കുകയും അതിനൊക്കെ അവർ സഹകരിക്കുകയും ചെയ്ത് അതിന് അവിടുത്തെ സേവാ സമിതി അംഗങ്ങളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. തനിച്ചാണ് ശബരിമല ദർശനത്തിനായി തൃശൂരിൽ നിന്ന് പോയത്. പുണ്യമായ അയ്യപ്പ ദർശനം സാധ്യമാക്കാൻ സഹായിച്ചവർക്ക് മഞ്ജു നന്ദി രേഖപ്പെടുത്തി. നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് മഞ്ജുവിനെ അയ്യപ്പ ദർശനത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു നൽകിയത്. ദർശനത്തിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇതേ ഫേസ്ബുക്ക് കൂട്ടായ്മ തന്നെയാണ് പുറത്തുവിട്ടതും. കൊല്ലം സ്വദേശിനിയായ മഞ്ജു ശബരിമലയിൽ ദർശനം നടത്തി എന്ന അവരുടെ അവകാശവാദം ആദ്യം പുറത്തുവിട്ടത് പീപ്പിൾ ടിവിയാണ്. അത് അവരുടെ ശബ്ദരേഖ നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടാണ് അത് പുറത്തുവിട്ടത്. പിന്നീട് ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ശബരിമലയിൽ ദർശിക്കുന്നതിന്റെ അയ്യപ്പനെ ദർശനം നടത്തുന്നതിന്റെ വിവിധ ദൃശ്യങ്ങൾ ആ മഞ്ജുവിന്റെ സഹപ്രവർത്തകർ പുറത്തുവിടുകയും ചെയ്തു. അതോടുകൂടി അതിന് സ്ഥിരീകരണവും ആയിരിക്കുകയാണ്. ഇത് ശബരിമലയിലേക്ക് കൂടുതൽ യുവതികൾ കടന്നു വരുന്നതിന്റെ സൂചനയായി നമുക്കിതിനെ കാണാം. പമ്പയിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ഇത്തവണത്തെ അഗസ്ത്യാർകൂട സന്ദർശനത്തിന് യുവതികൾക്കും ഹൈക്കോടതി അനുമതി നൽകിയതോടെ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് തലസ്ഥാനത്തെ ഒരു പറ്റം യുവതികൾ. എന്നാൽ തങ്ങളുടെ വിശ്വാസ പ്രമാണത്തെ ലംഘിക്കാൻ യുവതികളെ അനുവദിക്കില്ലെന്നാണ് അഗസ്ത്യാർകൂട കാണിക്കാർ ട്രസ്റ്റ് പറയുന്നത്. ഇതുവരെ പുരുഷന്മാർക്ക് മാത്രം യാത്രയ്ക്ക് അനുമതി ഉണ്ടായിരുന്ന അഗസ്ത്യാർ വന സന്ദർശനം യുവതികൾക്ക് കൂടി പ്രാപ്യമായത് ഈ വർഷമാണ്. വിലക്കപ്പെട്ട കൊടുമുടി താണ്ടാൻ പെൺകൂട്ടങ്ങൾ ഒരുങ്ങുകയാണ്. വനത്തിന്റെ വന്യസൗന്ദര്യം നുകരാൻ ഇന്നോളം അനുവാദമില്ലായിരുന്ന പെൺശരീരങ്ങൾക്ക് മുന്നിൽ ഇനി വേലിക്കെട്ടുകളില്ല. വാട്സപ്പ് കൂട്ടായ്മയിലൂടെ പരിചയപ്പെട്ട 10 പെണ്ണുങ്ങൾ കഴിഞ്ഞ 3 വർഷമായി സ്വപ്നം കണ്ട ആഗ്രഹമാണ് സാഫല്യത്തിലേക്ക് എത്തുന്നത്. അഗസ്ത്യാർകൂടം യാത്രയ്ക്കായി ഇവർ പലതവണ ശ്രമിച്ചിരുന്നു. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വനം വകുപ്പ് ഇതുവരെ ഇവരുടെ ആവശ്യത്തെ നിരാകരിച്ചു. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധിയുമായിട്ടാണിവർ ഇത്തവണത്തെ അഗസ്ത്യാർകൂട യാത്രയ്ക്കൊരുക്കുന്നത്. യാത്രകൾ ജീവിതവ്രതമാക്കിയ ഷൈനി രാജ്കുമാർ, സഖി വിമൻ റിസോഴ്സ് സെന്റർ കോർഡിനേറ്റർ രജിത, മെഡിക്കൽ കോളേജ് ജീവനക്കാരിയായ മീന, അഭിഭാഷകയായ ഷേർലി എന്നിവരടങ്ങുന്ന ഒരു സംഘം യുവതികളാണ് യാത്ര തിരിക്കുന്നത്. ഈ 13 കിലോമീറ്റർ നടക്കണം കാട്ടിൽ കൂടെ, അതിനുശേഷം 6 കിലോമീറ്റർ സ്റ്റീപ്പായിട്ട് കയറണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം സ്ഥിരം ട്രക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെയുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ഫിറ്റ് ആവേണ്ടിയിരിക്കുന്നു. അതിനുള്ള എക്സസൈസുകളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പുരുഷന്മാർ കണ്ട് ആസ്വദിക്കുന്ന കാഴ്ചകൾ സ്ത്രീകൾക്കും ആസ്വദിക്കണം, കാണണം, അവിടെ എത്തണം. ഇതായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്, മറ്റൊന്നുമില്ല. ഞങ്ങളെ തടഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരും പോകണ്ട, നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും അവിടെ അങ്ങ് സ്റ്റേ ചെയ്യാം, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ 4 വർഷം കൊണ്ടുള്ള പൊരുതി നേടിയിട്ടുള്ള ഒരു വിജയമാണിത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത്തവണ അഗസ്ത്യകൂടം കയറണം. എന്നാൽ ബ്രഹ്മചാരിയായ അഗസ്ത്യമുനിയുടെ സാന്നിധ്യമുള്ള വനത്തിൽ യുവതികൾ കയറാൻ പാടില്ലെന്നാണ് കാണി സമുദായം പറയുന്നത്. ഏത് കോടതിയിൽ നിന്ന് അനുവാദം കൊടുത്തിരുന്നാലും ഞങ്ങൾ തടക്കും. 50 വയസ്സ് തികയാത്തവരവിടെ വന്നാൽ നമ്മൾ തടയുക, അതിന് യാതൊരു മാറ്റമില്ല. കാണിക്കാതെ തന്നെ തടയും. നമ്മൾ അതിന്റെ അകത്ത് കിടക്കുന്നവരും അതിന്റെ അകത്ത് കയറി പോകണില്ല. 55 വയസ്സായ പെണ്ണുങ്ങൾ പോലെ അഗസ്ത്യരടുത്ത് പോകണില്ല. എന്നിട്ട് ഈ നാട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്നെ എന്ത് തടയും, കറക്റ്റായി തടയും. നിബിഡ വനവും കാട്ടരുവിയും ചെങ്കുത്തായ പാറക്കെട്ടുകളുമുള്ള അഗസ്ത്യാർ വനത്തിൽ യുവതികൾക്ക് മാത്രമായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാനാവില്ലെന്നതാണ് വനം വകുപ്പിന്റെ നിലപാട്. ജനുവരി 15 തുടങ്ങി മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന അഗസ്ത്യാർകൂട സന്ദർശനത്തിൽ ഇത്തവണ യുവതികൾ കൂടി ചേരുന്നതോടെ ചരിത്ര സംഭവമായി മാറും. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശനത്തിന്റെ പേരിൽ പ്രഖ്യാപിച്ച ഹർത്താലിന്റെ മറവിൽ സംഘപരിവാർ കാസർഗോഡ് ജില്ലയുടെ വടക്കൻ മേഖലയിൽ നടത്തിയ അക്രമങ്ങളിൽ പോലീസ് നടപടികൾ ശക്തമാക്കി. രജിസ്റ്റർ ചെയ്ത 50 കേസുകൾ 123 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസുകളിലെ മുഴുവൻ പ്രതികൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് കാസർഗോഡ് ASP ഡി ശിൽപ പറഞ്ഞു.
സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതിയായ ആനാട് സ്വദേശി രതീഷിനെ ഇന്ന് രാവിലെ വീട് വളഞ്ഞാണ് പോലീസ് പിടികൂടിയത്. രതീഷിനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ പ്രസവം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഭാര്യ രമ്യയെ പോലീസ് ചവിട്ടി താഴെയിട്ടു എന്നായിരുന്നു ബിജെപിയുടെ ആരോപണം. അവരുടെ മുമ്പിൽ വെച്ച് അതിക്രൂരമായിട്ട് പിടിച്ചു വലിച്ച് മർദ്ദിച്ച് കൊണ്ടുപോയി വിലങ്ങ് വെച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ സ്ത്രീ കുഞ്ഞുമായിട്ട് മറിഞ്ഞു വീഴുന്ന സമയത്ത് മനുഷ്യത്വം എന്ന് പറയുന്ന ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പോലീസ് ഒരു ഭീകര മുറയാണ് ഇവിടെ ഓരോ സമയവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബിജെപി പ്രവർത്തകർ ഇടപെട്ട് രമ്യയെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ തന്നോടോ ഭാര്യയോടോ പോലീസ് അപമര്യാദ കാട്ടിയിട്ടില്ലെന്ന് രതീഷ് തന്നെ പറയുന്ന വീഡിയോ പുറത്തായി. നിങ്ങളാ ജീപ്പ് കയറ്റിയപ്പോഴാണ് പിന്നെ അവള് പോണോണ്ട് കുറച്ച് അവരെ വലിച്ചെടുത്ത് കൊച്ചിനെ കിടന്നിറങ്ങുന്നാണ് വാർത്തയെ കാണിക്കുന്നത്. കൊച്ചി വെളിയിൽ വന്നില്ലല്ലോ, കൊച്ചി വീട്ടിനകത്തിരുന്ന് ഉറങ്ങിയിരുന്നല്ലോ, വെളി കൊണ്ടുവന്നില്ല. ഇവിടുന്ന് വരുന്നേരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അതിനുശേഷം അവിടെ പോലീസ് പോയാൽ മതി. എനിക്കറിയാം നിങ്ങളെ പിടിച്ചതിന് ശേഷം അവിടെ പോലീസ് എനിക്ക് പറയാൻ പറ്റും, ഞാൻ കണ്ടില്ല. പോലീസിന്റെ നടപടിയെ വൈകാരികമായി നേരിടുന്നതിനാണ് ബിജെപി പച്ച കള്ളം പ്രചരിപ്പിച്ചതെന്നത് വ്യക്തം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വൈകിയെത്തിയ ശൈത്യകാലത്തിലിപ്പോൾ വയനാട് തണുത്തുവിറക്കുകയാണ്. പുതുവർഷം പിറന്നതോടെ അസഹ്യമായ തണുപ്പിന്റെ പിടിയിലാണ് ജില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും താപനില 10 ഡിഗ്രിയിൽ താഴെയെത്തി. ഏറെക്കാലത്തിന് ശേഷം കടുത്ത തണുപ്പാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ജനുവരി ആദ്യത്തോടെ താപനില 15-20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 10 ഡിഗ്രി വരെ എത്തി. കൽപ്പറ്റയിൽ തിങ്കളാഴ്ച പുലർച്ചെ 11 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. ഇതിനു മുൻപ് 2016 11 ഡിഗ്രി രേഖപ്പെടുത്തിയത്. 1991-94 കാലത്ത് വയനാട്ടിൽ 7 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തിയിരുന്നു. തൊട്ടടുത്ത നീലഗിരി ജില്ലയിലും കൊടും തണുപ്പാണിപ്പോൾ. കാലത്ത് 5 മണിക്ക് എണിക്കാനൊന്നും കഴിയാത്തൊരു വിധയുടെ കയ്യും കാലൊക്കെ ഭയങ്കര തണുപ്പ്, കോച്ചു വലിക്കല്, ഭയങ്കര തണുപ്പ് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കാലാവസ്ഥൻ്റെ മാറ്റം കൊണ്ട് വന്നതാണോ എന്ന് അറിയില്ല. പണ്ടൊക്കെ അതുപോലെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ അനുഭവിച്ചത് ഇപ്പോഴാണ്. രാത്രിയിലും പുലർച്ചെയുമാണ് തണുപ്പിന്റെ കാഠിന്യമേറുന്നത്. മേപ്പാടി, വൈത്തിരി, പുൽപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിൽ തണുപ്പിന്റെ കാഠിന്യം കൂടുതലാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് വയനാട്ടിൽ 35 ഡിഗ്രി വരെ താപനില ഉയർന്നിരുന്നു. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കണക്കുപ്രകാരം 13.9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കഴിഞ്ഞയാഴ്ചത്തെ കുറഞ്ഞ താപനില. ന്യൂസ് ബ്യൂറോ, വയനാട്.